ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാർച്ച് മാസത്തിൽ പോപ്പുലർ ഹ്യുണ്ടായിൽ വീണ്ടും ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവരാത്രി ബുക്കിംഗ് ഓഫർ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈ കാണുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓഫർ കൊടുത്തിരിക്കുന്നത്. എക്സ്പെക്ട് വെന്യൂവിന് പ്രത്യേകിച്ച് ഓഫർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാഹനങ്ങളെല്ലാം ഇതിന്റെ ബേസ് വേരിയന്റുകളാണ്. വെന്യൂ ഒഴിച്ച് ഇപ്പോൾ i20 ആണെങ്കിലും ബേസ് വേരിയന്റ് ആണ്, നമ്മളുടെ ഗ്രാൻഡേറ്റ നിയോസ് ബേസ് വേരിയന്റ് ആണ്, ക്രെറ്റ എക്സ്ട്ര എല്ലാം ബേസ് വേരിയന്റ് ആണ് കിടക്കുന്നത്. കാരണം ഈ ബേസ് വേരിയന്റ് വാഹനങ്ങൾക്കും ഇപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫറിന് ശേഷം ഈ വാഹനങ്ങളുടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള വേരിയന്റുകൾ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, എത്ര രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്, ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്റ്ററിന് മൊത്തം 43,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് സ്ട്രേറ്റ് അവേ 15,000 രൂപ, നവരാത്രി ബുക്കിംഗ് ഓഫർ എന്ന് പറഞ്ഞ് 10,000 രൂപയും, എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറഞ്ഞ് 10,000 രൂപ ഓഫർ, പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ഓഫർ അല്ലെങ്കിൽ റൂറൽ ഓഫർ എന്ന് പറഞ്ഞ് 3,000 രൂപയും കൂടി ഓഫർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 43,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റിന് അത്രയും ഓഫർ വരുന്നില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയന്റ് ഓഫറുകൾക്ക് ശേഷം 6,70,000 രൂപയ്ക്ക് ഈ ബേസ് വേരിയന്റിന്റെ മാനുവൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനിയും എക്സ്റ്ററിൽ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് S+ വേരിയന്റ് ആണ്. കാരണം സൺറൂഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് S+ വേരിയന്റ് ആണ്. S+ വേരിയന്റ് മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 8,25,000 രൂപയാണ് ഓഫറിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ്. ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപയ്ക്ക് സൺറൂഫ് ഉള്ള എക്സ്റ്ററിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ കൂടുതൽ ബുക്കിംഗ് ഉള്ള S+ കഴിഞ്ഞാൽ പിന്നെ SX വേരിയന്റ് ആണ്. SXന് 8,65,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 9,36,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ കുറെ ആളുകൾ കമന്റ് ചെയ്യായിരിക്കും എക്സ്റ്ററിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഓഫർ കൊടുത്തേക്കണേന്ന്. എക്സ്റ്ററിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഫേസ് ലിഫ്റ്റ് വരുമായിരിക്കും. പക്ഷെ ഓൺലൈനിൽ വന്ന ഫോട്ടോസ്, അത് സ്പൈ ഫോട്ടോസിൽ പ്രകാരം വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് കൂടുതൽ ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റർ ഇപ്പോൾ ഓഫറിൽ കിട്ടുകയാണെങ്കിൽ അതും വാല്യൂ ഫോർ മണിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അടുത്ത വാഹനം നമ്മുടെ ക്രെറ്റയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ക്രെറ്റയുടെ ഓഫറിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. ക്രെറ്റയ്ക്ക് മൊത്തം 55,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ക്രെറ്റ ലോഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പെട്രോൾ വാഹനങ്ങൾക്കാണ് കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത്. ഡീസലിന് പ്രത്യേകിച്ച് ഓഫർ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പൊ ക്രെറ്റയുടെ ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നവരാത്രി ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് 20,000 രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത് ക്രെറ്റയ്ക്ക്. അത് N-ലൈൻ ഉൾപ്പെടെ എല്ലാ വേരിയന്റുകൾക്കും വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 15,000 രൂപ ഓഫർ വരുന്നുണ്ട്. പിന്നെ അപ്ഗ്രേഡ് ബോണസ് ക്രെറ്റയ്ക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ചെറിയ വാഹനങ്ങൾ, സ്വിഫ്റ്റ് പോലെയുള്ള ചെറിയ വാഹനങ്ങളൊക്കെയാണ്, മാരുതിയുടെ സ്വിഫ്റ്റും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആ വാഹനങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ക്രെറ്റയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 15,000 രൂപ അഡീഷണൽ ഓഫർ വരുന്നുണ്ട്. പിന്നെ റൂറൽ ഓഫർ എന്ന് പറഞ്ഞാൽ 3,000. അങ്ങനെ മൊത്തം 55,000 രൂപ വരെ ഓഫറാണ് ക്രെറ്റയ്ക്ക് വരുന്നത്. ക്രെറ്റ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഓഫറുകളോട് കൂടി ഇപ്പൊ 12.5 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 12.5 ലക്ഷം രൂപയ്ക്ക് ക്രെറ്റയുടെ ഈ ബേസ് വേരിയന്റ് എടുത്ത് അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റിന്റെ ലുക്ക് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ലുക്കിലേക്കൊക്കെ ഈസിലി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ക്രെറ്റ മാനുവൽ നോക്കുന്നുണ്ട്, നിങ്ങൾ ആക്സസറീസ് ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ ബേസ് വേരിയന്റ് ആണ് എന്തുകൊണ്ടും ബെസ്റ്റ്. ഇനിയിപ്പോ ഡീസലിൽ ഓഫർ ഒന്നും വരുന്നില്ല, എന്നാലും ഡീസലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,84,000 രൂപയാണ് ഡീസൽ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ക്രെറ്റയിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് നമ്മൾ പറയുന്നത് S ഓപ്ഷൻ വേരിയന്റ് ആണ്. S ഓപ്ഷൻ പെട്രോൾ മാനുവൽ നമ്മൾക്ക് ഓഫറിന് ശേഷം 16,45,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതിൽ ഓട്ടോമാറ്റിക് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് 18,48,000 രൂപ. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 19 ലക്ഷം രൂപ ഡീസൽ മാനുവലിനും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 20,79,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ S ഓപ്ഷൻ വരുമ്പോൾ തന്നെ നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ്. 25,000 രൂപ അഡീഷണലി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് എഡിഷനിലേക്ക് പോകാനായിട്ട് പറ്റും. ക്രെറ്റയുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന EX ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിന്റെ പ്രൈസും കൂടി വേണമെങ്കിൽ എന്ന് പറയാം. EX ഓപ്ഷണൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ 16,27,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് ക്രെറ്റയുടെ ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓട്ടോമാറ്റിക്കിനാണ് ഈ 16,27 വരുന്നത്. അത് ഡീസലാണ് എങ്കിൽ 18,80,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ ഇപ്പോൾ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത വാഹനം വെന്യൂ ആണ്. വെന്യൂവിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ് വെന്യൂവിന്റെ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേരിയന്റ് ഒക്കെ നോക്കി ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വേരിയന്റുകളെല്ലാം റെഡി സ്റ്റോക്ക് വെന്യൂവിലും അവൈലബിൾ ആണ്. അടുത്ത വാഹനം ഗ്രാൻഡൈറ്റ നിയോസ് ആണ്. ഈ സെഗ്മെന്റിലെ
4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരേ ഒരു വാഹനം ഗ്രാൻഡ് നിയോസ് ആണ്. റീസെന്റ് നമ്മൾ ഗ്രാൻഡ് നിയോസിന്റെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു 1.5-2 മാസം മുമ്പ് ചെയ്തിരുന്നു. അത് 2025 വാഹനങ്ങളുടെ വീഡിയോ ആയിരുന്നു. അതിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയും ഓഫർ കൊടുക്കുന്നില്ല, എന്നാലും മൊത്തം 68,000 രൂപ വരെ ഓഫർ നിയോസിനും കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 20,000 രൂപ, നവരാത്രി ബുക്കിംഗ് ഓഫർ എന്നും പറഞ്ഞ് 10,000 രൂപ, അപ്പം മൊത്തം 30,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കും. എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപ, അപ്ഗ്രേഡ് ഓഫർ എന്ന് പറഞ്ഞ് 15,000 രൂപ, പിന്നെ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറഞ്ഞ് 3,000 രൂപ, അല്ലെങ്കിൽ റൂറൽ ഓഫർ, അങ്ങനെയാണ് 3,000 രൂപ വരുന്നത്. അങ്ങനെ മൊത്തം 68,000 രൂപ വരെ ഓഫറാണ് ലഭിക്കുന്നത്. ഇത് ബേസ് ഇറ വേരിയന്റ് ആണ്. ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറുകൾക്ക് ശേഷം 6,30,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇനിയും നിയോസിലെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് കോർപ്പറേറ്റ് വേരിയന്റ് ആണ്. കോർപ്പറേറ്റ് മാനുവലിന് 7,80,000 രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. കോർപ്പറേറ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 7,78,000 രൂപ. പിന്നെ നിയോസിലെ ഒരു കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റ് നമ്മുടെ സ്പോർട്ടും സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റും ആണ്. സ്പോർട്ടിലേക്ക് വന്നാൽ 7,45 സ്പോർട്ട് മാനുവൽ വേരിയന്റിനും ഓട്ടോമാറ്റിക്കിന് 8 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സ്പോർട്ട് ഓപ്ഷണലും ഒരു ബെസ്റ്റ് വേരിയന്റ് ആണ്. കാര്യം എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് ആൻഡ് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 7,70,000 രൂപ, 7,70,000 രൂപയാണ് സ്പോർട്ട് ഓപ്ഷണൽ മാനുവലിന് ഓഫറിന് ശേഷം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,37,000 രൂപ. അതാണ് നിയോസിന്റെ പ്രൈസ് വരുന്നത്. i20യുടെ ഓഫറിലേക്ക് വന്നാൽ i20യിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, i20യുടെ ഇത് ബേസ് ഇറ വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് 2025 ഒരു മിഡോട് കൂടി പിന്നെ സപ്ലൈ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ബുക്ക് ചെയ്തവർക്കൊക്കെ മാഗ്ന വേരിയന്റ് ഒക്കെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വീണ്ടും ബേസ് വേരിയന്റ് സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബേസ് ഇറ വേരിയന്റിനും നമുക്ക് ഓഫറുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ i20യുടെ മൊത്തം ഓഫർ നോക്കുകയാണെങ്കിൽ 58,000 രൂപ വരെ ഓഫറാണ് i20ക്ക് കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 15,000 രൂപ, നവരാത്രി ബുക്കിംഗ് ഓഫർ എന്ന് പറഞ്ഞ് 10,000 രൂപ, എക്സ്ചേഞ്ച് ബോണസ് 15,000, അപ്ഗ്രേഡ് ഓഫർ 10,000, പിന്നെ കോർപ്പറേറ്റ് ഓഫർ 3,000. അങ്ങനെ മൊത്തമാണ് നമുക്ക് 58,000 രൂപ വരെ ഓഫർ ലഭിക്കുന്നത്. ഈ ബേസ് ഇറ വേരിയന്റ് നിങ്ങൾക്ക് ഇപ്പോൾ 6,80,000 രൂപയ്ക്ക് ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് വേരിയന്റ് വരുന്നത് മാഗ്നയാണ്. മാഗ്നയിൽ നമുക്ക് തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. മാഗ്ന മാനുവൽ വരുന്ന 7,70,000 രൂപയും, മാഗ്നയിൽ വരുന്ന ഓട്ടോമാറ്റിക് IVT ഓട്ടോമാറ്റിക് ആണ്. അതിന് 9 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ സെഗ്മെന്റിലെ ഒരു IVT ഓട്ടോമാറ്റിക് തരുന്ന അല്ലെങ്കിൽ പ്രോപ്പർ AMT അല്ലാത്ത ഓട്ടോമാറ്റിക് തരുന്ന ഒരേ ഒരു വാഹനം നമ്മളുടെ i20 മാത്രമാണ്. പിന്നെ i20യിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇറങ്ങുന്ന സ്പോർട്ട് വേരിയന്റ്, സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റും ആണ്. സ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പോർട്ട് മാനുവലിന് 8,60,000 രൂപയും, സ്പോർട്ട് ഓട്ടോമാറ്റിക്കിന് 9,75,000 രൂപയാണ് പ്രൈസ്. ഇനി സ്പോർട്ട് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവലിന് 9,12,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,28,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ മാർച്ച് മാസം ഹ്യൂണ്ടായി വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ക്യാഷ് ഡിസ്കൗണ്ട് കൂടാതെ നിയോസിനൊക്കെ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. നിയോസിന് മാത്രമാണ് 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ച് അടവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ബേസിക് ആക്സസറീസ് ഒക്കെ ചെയ്യാൻ ഒരു 20,000 തൊട്ട് 30,000 രൂപയൊക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയോസ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. മറ്റു വാഹനങ്ങൾക്കെല്ലാം 90% ആണ് ഓൺ റോഡ് ഫണ്ടിങ് കൊടുത്തിരിക്കുന്നത്. 7 കൊല്ലത്തേക്ക് EMI ഓപ്ഷൻസ് അതിനും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ച് അടവ് വരുന്നുള്ളൂ. ഇപ്പൊ ക്രെറ്റയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ക്രെറ്റയുടെ ബേസ് വേരിയന്റ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യൂണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ വേരിയന്റ് അല്ല വേറെ ഏതെങ്കിലും വേരിയന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് പ്രൈസ് ആ വാഹനങ്ങളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.